നമ്പർ തിയറിയിലെ നെക്സ്റ്റ് ടോപ്പിക് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ആണ്. നമുക്ക് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. റിലേറ്റീവ്ലി പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the integers a and b are not both 0 are said to be relatively prime or prime to each other if their greatest common divisor is 1, that is GCD of ab equal to 1. അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ രണ്ട് നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആവണമെങ്കിൽ എന്തായിരിക്കണം, അതിൻ്റെ GCD എടുത്ത് നോക്കുക നിങ്ങൾ. ആ GCD 1 ആണെങ്കിൽ നമുക്ക് പറയാം ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, അതിൻ്റെ കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് കോമൺ ഡിവൈസർ ആയിട്ട്. ഓക്കെ, അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സിനെ നമുക്ക് പറയാം ദേ ആർ റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ദേ ആർ പ്രൈം ടു ഈച്ച് അതർ, ദേ ആർ കോപ്രൈം ആണെന്നൊക്കെ പറയാം. ഓക്കെ, ഇപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. 4ഉം 3ഉം ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആണ്. 21, 20 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആണ്. 15, 22 ഇങ്ങനെ എടുത്താലും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആണ് കിട്ടുക. ഇനി നമുക്ക് കുറച്ച് റിസൾട്ടുകളാണ്, അതായത് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് റിസൾട്ടുകളാണ്. ഇപ്പം നമ്മളിങ്ങനെ ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി റിസൾട്ടുകൾ കാണാൻ കഴിയും. അപ്പം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ വെച്ചാൽ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ഇതിൽ ഏതാണോ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് അതെടുക്കാം. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യാം. അല്ലാതെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതെല്ലാം നമുക്ക് പഠിച്ചു വെക്കുന്നത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും. നമുക്കിത് നോക്കാം. ലെറ്റ് a and b be integers not both 0, then a and b are relatively prime if and only if there exist integers x and y such that 1 equal to ax plus by. നമ്മൾ എന്താ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്നതിൻ്റെ മീനിങ് GCD of ab equal to 1 അല്ലേ. അപ്പോൾ GCD of ab എന്ന് പറയുന്നത് 1 ആണ് എന്നാണ് പറയുന്നത്. അതാണല്ലോ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്നതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്, രണ്ടും ഒരുമിച്ച് 0 ആവുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും എക്സ് വൈ സച്ച് ദാറ്റ് 1 equal to ax plus by എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് GCDക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ. GCD of ab equal to d ആണെന്നുള്ള കേസിൽ ഡിനെ നമുക്ക് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എന്താ 1 തന്നെയാണ്. അപ്പോൾ 1നെ നമുക്ക് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്ന ഒരു എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് തിരിച്ചുള്ളതും ഇവിടെ ഹോൾഡ് ചെയ്യും. അതായത് 1ന് നമുക്ക് സം ax plus by എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അതായത് ദർ എക്സിസ്റ്റ് ഇൻറ്റിജേഴ്സ് x and y such that 1 equal to ax plus by എന്നാണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ് എന്നുകൂടെ പറയാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് വൺ ആണ്, നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ അത് ഡയറക്റ്റായി ചോദിക്കുകയുള്ളൂ, അല്ലാതെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനൊന്നും ചോദിക്കാൻ വഴിയില്ല. ഓക്കെ, ഇനി രണ്ടാമത്തത് if GCD of AB equal to D, then GCD of A by D, B by D equal to 1. അതായത് AB എന്ന് പറയുന്നതിൻ്റെ GCD D ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ D is the common divisor അല്ലേ, D is the greatest common divisor അല്ലേ. അപ്പോൾ Aനെ D കൊണ്ട് ഡിവൈഡ് ചെയ്യാം, Bനെ D കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ GCD എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് GCD of, അതായത് ഇവിടെ ഞാൻ GCD എന്ന് എഴുതിയിട്ടില്ലെങ്കിലും അതിന്, അതായത് AD, BD എന്ന് ബ്രാക്കറ്റിൽ സിംപ്ലി റെപ്രസെൻറ്റ് ചെയ്താലും അതിനെ റിലേറ്റീവ്ലി പ്രൈം എന്നുള്ള മീനിങ്ങിലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ GCD എന്നുള്ള മീനിങ്ങിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറേ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെയാണ്. ഞാൻ എല്ലാത്തിലും GCD എന്ന് എഴുതി പോയിട്ടുണ്ട്. GCD ഓഫ്, ഇവിടെ ഞാൻ ഒരു 14, 8 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് എടുക്കാം. 14ൻ്റെയും 8ൻ്റെയും GCD എന്ന് പറയുന്നത് 2 ആണ് വരിക. അപ്പം ഞാൻ GCD ഓഫ്, ഇനി 14, 8നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 14/2, 8/2. അപ്പോൾ എനിക്ക് കിട്ടുന്നത് GCD ഓഫ്, ഇവിടെ 14/2 എന്ന് പറഞ്ഞാൽ 7 ആണ്, 8/2 എന്ന് പറഞ്ഞാൽ 7ൻ്റെയും 4ൻ്റെയും GCD എന്താ 1 ആണ്. ക്ലിയർ ആയില്ലേ. എയുടെയും ബിയുടെയും GCD D ആണെങ്കിൽ A by D, B by Dയുടെ GCD 1 ആയിരിക്കും. അതായത് എയും ബിയും GCD D ആണ്, A by Dയും B by Dയും അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഇഫ് A divides C and B divides C, then GCD of A, B equal to 1. Then with GCD of A, B equal to 1, then AB divides C. അതായത് നമ്മളോട് ഇത്ര പറഞ്ഞിരിക്കുന്നുള്ളൂ, A divides C, Cയെ A കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, Cയെ B കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൊണ്ട് Cയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിവിടെ 3 divides 12 എന്നെടുത്തു അല്ലേ. 12 can be divided by 3 അല്ലേ. അതുപോലെ തന്നെ നമുക്ക് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നമ്പറാണ് 4 അല്ലേ. അപ്പോൾ 4 divides 12, 3 divides 12 and 4 divides 12. എന്ത് കണ്ടീഷനും കൂടെ വേണം, GCD of AB equal to 1. ഇവിടെ 3ഉം 4ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ 3ഉം 4ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, A into B എന്ന് പറയുന്ന
സിയെ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഇവിടെ സി എന്താ എടുത്തിരിക്കുന്നത്? 12. 12 ക്യാൻ ബി ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ശരിയാണല്ലേ? അല്ല ഇങ്ങനെ എഴുതാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകണ്ട. 3 ഇൻറ്റു 4 ഡിവൈഡ്സ് 12. ദാറ്റ് ഈസ് 12 ഡിവൈഡ്സ് 12 അല്ലേ? 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ പ്രോപ്പർട്ടി ഇതാണ്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ്. ഇനി നെക്സ്റ്റ് യൂക്ലിഡ്സ് ലെമ്മയാണ്. യൂക്ലിഡ്സ് ലെമ്മ എന്താ പറയുന്നത്? ഇഫ് എ ഡിവൈഡ്സ് ബി സി ദെൻ വിത്ത് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ദെൻ എ ഡിവൈഡ് സി. ഇത് കറക്റ്റ് അല്ലേ? കാരണം ബി സി എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എയും ബിയും റിലേറ്റീവ്ലി പ്രൈമാണ്. അങ്ങനെയാണെങ്കിൽ ഈ എയും ബിയും റിലേറ്റീവ്ലി പ്രൈമാണ്. ഇങ്ങനെയാട്ടോ ഉദ്ദേശിക്കുന്നത്. എ ഡിവൈഡ്സ് ബി സി എന്ന് പറഞ്ഞാൽ ബി സിയെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ എയും ബിയും റിലേറ്റീവ്ലി പ്രൈമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിനെ സിനെ എ കൊണ്ട് മാത്രമല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. എ ഡിവൈഡ്സ് സി എന്ന് പറയും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 ഡിവൈഡ്സ് 5 ഇൻറ്റു 2 അല്ലേ? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ഡിവൈഡ്സ് 5 ഇൻറ്റു 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ജി സി ഡി ഓഫ് 2 5 എടുക്കാം. ഇവിടെ ഇത് എ, ഇത് ബി, ഇത് സി. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എ ബി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് 2 ആൻഡ് 5 ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇതിൽ 2ഉം 5ഉം 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? 2 ഡിവൈഡ്സ് 2 അല്ലേ? ദെൻ എ ഡിവൈഡ്സ് സി ആയേ മതിയാവും. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി. ഗിവൺ ഇൻഡിജേഴ്സ് എ ബി സി ജി സി ഡി ഓഫ് എ കോമ ബി സി ഈക്വൽ ടു 1 if and only if ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ആൻഡ് ജി സി ഡി ഓഫ് എ സി ഈക്വൽ ടു 1. ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ് കേട്ടോ. അതായത് നമുക്ക് 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ 3 നമ്പേഴ്സിൽ എയും പിന്നെ ബി ഇൻറ്റു സി എന്ന് പറയുന്ന നമ്പറും റിലേറ്റീവ്ലി പ്രൈമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ജി സി ഡി ഓഫ് എയും ബിയും റിലേറ്റീവ്ലി പ്രൈമാണ്, ജി സി ഡി ഓഫ് എയും സിയും റിലേറ്റീവ്ലി പ്രൈമാണ്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പറയാം എയും ബിയും റിലേറ്റീവ്ലി പ്രൈമാണ്, എയും സിയും റിലേറ്റീവ്ലി പ്രൈമാണ് എങ്കിൽ എ കോമ ബി ഇൻറ്റു സി എന്ന് പറയുന്നതും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ജി സി ഡി ഓഫ്, ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു 5,7 ഇൻറ്റു 3 എടുത്തു, അതായത് 21. 5ൻ്റെയും 21ൻ്റെയും 5ഉം 21ഉം റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പം എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് 5ഉം 7ഉം ആൻഡ് 5ഉം 3ഉം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് പറയാം? ജി സി ഡി ഓഫ് 5 ആൻഡ് 7ഉം റിലേറ്റീവ്ലി, ജി സി ഡി ഓഫ് 5ഉം 7ഉം 1 ആണ്, ജി സി ഡി ഓഫ് 5ഉം 3ഉം 1 ആണ്. ഇനി നിങ്ങൾ തിരിച്ച് നോക്കാം. ജി സി ഡി ഓഫ് 5ഉം 3ഉം 1 ആണ്, ജി സി ഡി ഓഫ് 5 7ഉം 1 ആണ്. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് 5, 7 ഇൻറ്റു 3ഉം 1 ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് 1 ആണ് കേട്ടോ. നമ്പർ തിയറിയിൽ പഠിക്കുമ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് 1 ആണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ആറാമത്തത്, ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ദെൻ ജി സി ഡി ഓഫ് എ പ്ലസ് ബി കോമ എ മൈനസ് ബി ഈക്വൽ ടു 1 or 2. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി കോമ എ മൈനസ് ബിയുടെ ജി സി ഡി ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 2 ആയിരിക്കും. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും വരില്ല. ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ എടുക്കാം. ജി സി ഡി ഓഫ് 7 10 ഇസ് ഈക്വൽ ടു 1 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി സി ഡി ഓഫ് 7 പ്ലസ് 10 7 മൈനസ് 10 എടുക്കാം. ഈ -10 എന്നുള്ളതിന് ഞാൻ 10 - 7 എടുക്കുന്നു, കാരണം ജി സി ഡി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം 10 - 7 തന്നെ എടുക്കുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരിക? ജി സി ഡി ഓഫ് 7 പ്ലസ് 10 17, 10 - 7 3, 17ൻ്റെയും 3ൻ്റെയും ജി സി ഡി 1 ആണ്. നമുക്ക് 2 വരുന്നതെന്ന് നോക്കാം. ജി സി ഡി ഓഫ് രണ്ടും, ഇവിടെ 1 ഈവനും 1 ഓടുമാണ് എടുത്തത്. അപ്പം ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? ഓഡ് നമ്പേഴ്സ് തന്നെ കിട്ടാം. അപ്പോൾ അത് റിലേറ്റീവ്ലി പ്രൈമായി പോകും. പിന്നെ നമുക്കിനി 2 ഈവൻ എടുത്ത് നോക്കാം. 2 ഈവൻ എടുക്കുമ്പോൾ നമുക്ക് 7ഉം ഒരു 13ഉം എടുക്കാം. ഇത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആണല്ലോ. ഇനി നമുക്ക് ജി സി ഡി ഓഫ് 7 പ്ലസ് 3, 7 പ്ലസ് 7ഉം 3ഉം എടുക്കാം. 7ഉം 3ഉം എടുക്കാം. 7 പ്ലസ് 3 7 മൈനസ് 3. ഇപ്പം നമുക്ക് എന്താ കിട്ടാം? ജി സി ഡി ഓഫ് 7 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 7 3 10, 7 മൈനസ് 3 4. ജി സി ഡി ഓഫ് 10ഉം 4ഉം 2 വരുന്നത്. ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇത് രണ്ടും നമ്മൾ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായാലും അതിൻ്റെ പ്ലസും ഡിഫറൻസും ഒക്കെ ഈവൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജി സി ഡി 2 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 7th വൺ. ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ദെൻ ജി സി ഡി ഓഫ് എ പവർ n, b പവർ k ഈക്വൽ ടു 1. അതായത്
ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ എവരി k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് എ ബി എന്ന് പറയുന്ന റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എ പവർ n ബി പവർ കെയും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ജി സി അത് നിങ്ങൾ ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 2,3 എടുത്തു, അത് 1 ആണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ജി സി ഡി ഓഫ് ഞാനൊരു 2² എടുത്തു, അതുപോലെ തന്നെ 3³ എടുത്തു. അപ്പോൾ എന്താ കിട്ടാം? ജി സി ഡി ഓഫ് 2² എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 3³ എന്ന് പറഞ്ഞാൽ 27. ഇതിൻ്റെ രണ്ടിൻ്റെയും ജി സി ഡി എന്താണ്? 1 ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് എ ഡിവൈഡ്സ് ബി ഇൻറ്റു സി ദെൻ എ ഡിവൈഡ്സ് ജി സി ഡി ഓഫ് എ കോമ ബി ഇൻറ്റു ജി സി ഡി ഓഫ് എ കോമ സി. അതായത് ബി സി എന്ന് പറയുന്ന നമ്പറിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബി സി എന്ന് പറയുന്ന നമ്പറിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ജി സി ഡി ഓഫ് എ കോമ ബി, ജി സി ഡി ഓഫ് എ കോമ സി, ഇതിൻ്റെ രണ്ടിൻ്റെയും ജി സി ഡിനെ നമുക്ക് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം ശരിയാവുമോ എന്നുള്ളത്. നമുക്കെന്തെടുക്കാം? 2 ഡിവൈഡ്സ് 4 ഇൻറ്റു 5 അല്ലേ, ഇവിടെ എ ബി സി. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എ ബി എന്ന് പറയുന്നത് നമുക്ക് എ എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇത് ബി, ഇത് സി. ഇപ്പം ജി സി ഡി ഓഫ് എന്താണ്? 2 4. 2ൻ്റെയും 4ൻ്റെയും ജി സി ഡി എന്താണ്? 2 തന്നെയാണ്. ജി സി ഡി ഓഫ് 2,5. 2,5ൻ്റെ ജി സി ഡി 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ഡിവൈഡ്സ്, ദാറ്റ് ഈസ് 2 ഡിവൈഡ്സ് ജി സി ഡി ഓഫ് എ ബി ഇൻറ്റു ജി സി ഡി ഓഫ് എ സി, ദാറ്റ് ഈസ് 2 ഇൻറ്റു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ്സ് 2. കറക്റ്റ് ആണല്ലേ, 2 ഡിവൈഡ്സ് 2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, തിയറം ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും എടുത്ത് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി 9th വൺ, ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ദെൻ, ഇത് ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഇത് കുറേ പ്രോബ്ലംസ്, കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇങ്ങനെ. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ട് കണ്ടത് എഴുതിയതാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ദെൻ ജി സി ഡി ഓഫ് 2a പ്ലസ് ബി എ പ്ലസ് 2b ഈക്വൽ ടു 1 ഓർ 3. 2a പ്ലസ് ബിയുടെയും എ പ്ലസ് 2bയുടെയും ജി സി ഡി ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 3 ആയിരിക്കും. ഇനി ജി സി ഡി ഓഫ് എ പ്ലസ് ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഓർ 2 ആയിരിക്കും. എ പ്ലസ് ബിയുടെയും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറുടെയും ബി സ്ക്വയറിൻ്റെയും ജി സി ഡി എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. ദെൻ മൂന്നാമത്തത് ജി സി ഡി ഓഫ് എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 ഓർ 3 ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, എല്ലാം ബൈ ഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാമെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 10ാമത്തെ എഴുതാം. ഇനി നെക്സ്റ്റ്, ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ദെൻ ജി സി ഡി ഓഫ് എ പ്ലസ് ബി എ ബി ഈക്വൽ ടു 1. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ഫസ്റ്റ് വൺ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. ജി സി ഡി ഓഫ് 2,3 ഈക്വൽ ടു 1 ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ജി സി ഡി ഓഫ് 2 ടൈംസ് 2 പ്ലസ് 3 2 ടൈംസ് 2 പ്ലസ് 2 ടൈംസ് 3 ഇറ്റ് ഈക്വൽ ടു എന്താ വരിക? ജി സി ഡി ഓഫ് 4 പ്ലസ് 3 ദാറ്റ് ഈസ് 7. 4 പ്ലസ് 3 7. 6 പ്ലസ് 2 8. 78ന് ജി സി ഡി 1 ആണ്. ഇങ്ങനെ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് എടുത്ത് നമുക്ക് 3 കിട്ടുന്നതുണ്ടാവും കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ദെൻ ജി സി ഡി ഓഫ് എ പ്ലസ് ബി എ ബി ഈക്വൽ ടു 1. നമുക്കിവിടെ ജി സി ഡി ഓഫ് 3, 5 ഈക്വൽ ടു 1. ഇങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് 3 ഇൻറ്റു 5, 3 പ്ലസ് 5 എന്താ വരുന്നത്? ജി സി ഡി ഓഫ് 15, 8 ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് വൺ 11ാമത്തതാണ് കേട്ടോ. If GCD of AB equal to 1 and D divides A plus B, then GCD of AD equal to GCD of BD equal to 1. അതായത് AB എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം ആണ്. A പ്ലസ് ബിൻ്റെ ഒരു ഡിവൈസർ ആണ് D എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ Aയും Dയും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും, Bയും Dയും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അപ്പം നോക്കി നോക്കാം അല്ലേ നമുക്ക്. GCD ഓഫ് ഇപ്പം നമുക്ക് എന്തെടുക്കാം? 5ഉം 7ഉം എടുക്കാം. 7ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 7ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുപോലെ തന്നെ 7 പ്ലസ് 5 ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. 12 ഒരു ഡിവൈസർ എടുത്തു ഞാൻ 6 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡ്സ് 12 ആണ്. 6 ഡിവൈഡ്സ് 12 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് 6ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, കറക്റ്റ് ആണ്. 6ഉം 7ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, അതും കറക്റ്റ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് എൽ സി എമ്മും കാര്യങ്ങൾ, എൽ സി എം അതുപോലെ കോൺഗ്രുവൻസ്, പ്രൈം നമ്പേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും
എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാം. HSAക്ക് പഠിക്കുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പം എൻ്റെ ക്ലാസ്സുകളിൽ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.